ഐതിഹ്യ പ്രസിദ്ധമായ തൃക്കൊടിത്താനം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ അതിവിശിഷ്ടമായ മാമ്പഴ പുളിശ്ശേരി നിവേദ്യത്തെ അപമാനിച്ച് മാർക്സിസ്റ്റ് സൈബർ പോരാളികൾ. ഭക്തർ അതീവ ഭക്തിയോടെ കാണുന്ന വഴിപാടിനെ ഗോമൂത്രം തളിച്ചതാണ് എന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ചിത്രങ്ങളാണ് ഈ പറഞ്ഞ സൈബർ ഗുണ്ടകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിട്ടുള്ളത്. പോസ്റ്റുകൾക്കെതിരെ ഹൈന്ദവ സംഘടനകളും വിശ്വാസികളും വലിയ പ്രതിഷേധത്തിലാണ്. മാമ്പഴ പുളിശ്ശേരി ഭഗവാൻ അർപ്പിച്ചതിന് ശേഷം ഭക്തർക്ക് നൽകുന്നതിന് മുൻപ് പൂവിട്ട് തളിക്കുന്നതിന്റെ വീഡിയോ സ്ക്രീൻഷോട്ട് എടുത്ത് ഗോമൂത്രം തളിച്ച് ആളുകളെ പറ്റിക്കുകയാണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുകയായിരുന്നു. ക്ഷേത്രത്തിലെ പാരമ്പര്യത്തെയും വഴിപാടുകളെയും ബോധപൂർവം ഇകഴ്ത്തിക്കാട്ടാൻ മാർക്സിസ്റ്റ് കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നതായാണ് പരാതി. ഇതിൽ ഗോമൂത്രം തളിച്ചിട്ടുണ്ട് എന്ന തരത്തിൽ അങ്ങേയറ്റം അധിക്ഷേപകരമായ പരാമർശങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഫേസ്ബുക്കിൽ പ്രചാരണം നടന്നത്. ഹൈന്ദവ വിശ്വാസങ്ങളെയും ചിഹ്നങ്ങളെയും സ്ഥിരമായി വേട്ടയാടുന്ന ഇടത് ശൈലി ഇപ്പോൾ ക്ഷേത്ര നേത്യങ്ങളിലേക്കും പടർന്നിരിക്കുകയാണ്. തൃക്കൊടിത്താനത്തെ തനതായ മാമ്പഴ പുളിശ്ശേരി വഴിപാടിനെ അശുദ്ധമായി ചിത്രീകരിക്കുന്നത് വഴി വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്താനാണ് സൈബർ സഖാക്കൾ ലക്ഷ്യമിടുന്നത്. ഭക്തരെ പരിഹസിക്കുന്ന ഇത്തരം പ്രവൃത്തികൾക്ക് CPM നേതൃത്വത്തിന്റെ മൗനാനുവാദമുണ്ടെന്നും ആക്ഷേപമുണ്ട്. നേദ്യത്തെ ഗോമൂത്രവുമായി താരതമ്യപ്പെടുത്തി അധിക്ഷേപിച്ചത് അങ്ങേയറ്റം നീചമായ പ്രവൃത്തിയാണ്. വിശ്വാസികളെ പ്രകോപിപ്പിക്കുന്ന ഇത്തരം പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ പടർന്നതോടെ മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ ജനരോഷമുയരുകയാണ്. അധിക്ഷേപകരമായ കമന്റുകളും പോസ്റ്റുകളും നീക്കം ചെയ്യണമെന്നാണ് ആവശ്യം. ഹിന്ദു ആചാരങ്ങളെയും ക്ഷേത്രത്തിലെ പവിത്രമായ ചടങ്ങുകളെയും രാഷ്ട്രീയ ലാഭത്തിനായി അപമാനിക്കുന്നത് സൈബർ സഖാക്കളുടെ സ്ഥിരം പരിപാടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വിഷുദിനത്തിൽ ഭഗവാന് നേദിച്ച ശേഷം ഭക്തർക്ക് നൽകുന്ന മാമ്പഴ പുളിശ്ശേരി തൃക്കൊടിത്താനത്തെ പ്രധാന ആചാരങ്ങളിൽ ഒന്നാണ്. ശ്രീകോവിലിനുള്ളിൽ പ്രത്യേക ഉരുളിയിൽ തയ്യാറാക്കുന്ന നിവേദ്യം പിന്നീട് ഭക്തർക്കായി കരുതിയിട്ടുള്ള സദ്യക്കൊപ്പം ചേർക്കുന്നതാണ് പതിവ്. ക്ഷേത്രത്തിലെ കീഴ്ശാന്തി പൂവിട്ട് പൂജിച്ച ശേഷമാണ് ഇത് വിളമ്പുക. ഇത്തവണയും പതിവ് തെറ്റാതെ നടന്ന ഈ ചടങ്ങിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തിയാണ് സൈബർ സഖാക്കൾ അധിക്ഷേപവുമായി രംഗത്ത് വന്നത്. വിശ്വാസികളെയും അവരുടെ ആരാധനാ സ്വാതന്ത്ര്യത്തെയും പുച്ഛിച്ചു തള്ളുന്ന മാർക്സിസ്റ്റ് ഭരണകൂടത്തിന്റെ പുതിയ അടവാണ് തൃക്കൊടിത്താനത്ത് കണ്ടത്. ആചാരങ്ങളെ വികൃതമായി ചിത്രീകരിച്ച് ക്ഷേത്രവിശ്വാസികളെ പരിഹസിക്കാൻ ഇറങ്ങിയിരിക്കുന്ന സൈബർ സഖാക്കളുടെ ഈ നടപടി തമാശയായി തള്ളിക്കളയണം. ഇതെല്ലാം CPMന്റെ ആസൂത്രിത നീക്കമാണ്. ഭരണത്തണലിൽ എന്തുമാകാമെന്ന അഹങ്കാരത്തിൽ നേതൃത്വത്തെ പോലും അശുദ്ധമാക്കുന്ന പ്രചാരണം നടത്തുന്നത് മോശമാണ്. ആചാരങ്ങളെ സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങുന്ന BJP വിശ്വാസ സമൂഹത്തിനൊപ്പം ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇത്തരം സൈബർ ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന നിലപാടാണ് CPM തുടരുന്നതെങ്കിൽ ശക്തമായ ജനകീയ പ്രതിഷേധം നേരിടേണ്ടി വരുമെന്ന് BJP നേതൃത്വം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിശ്വാസത്തെ തൊട്ടുള്ള സഖാക്കളുടെ ഈ കളിക്ക് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ജനങ്ങൾ കൃത്യമായ മറുപടി നൽകുക തന്നെ ചെയ്യും.